യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായി നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം കത്തോലിക്ക തിരുസഭയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചായിരുന്നു. റോമൻ കൂരിയായിലെ 16 ഡീകാസ്റ്ററിനെക്കുറിച്ചും ഇവയെല്ലാം ഏകോപിപ്പിക്കുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെക്കുറിച്ചും 3 ട്രൈബ്യൂണലിനെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇത്തവണ ഈ ആഴ്ചയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഭരണ സംവിധാനത്തിൻ്റെ ഒരു കാതലായ ഭാഗമാണ് വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗം. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ പേരിൽ ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഭരണ സംവിധാനത്തിലെ റോമൻ കൂരിയയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണല്ലോ വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗം. ആ നയതന്ത്ര വിഭാഗത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചെല്ലാം ഒന്ന് പറയുന്നത് ഒത്തിരി പ്രേക്ഷകർക്ക് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിലെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നയതന്ത്ര ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത്. AD 453 മാർപ്പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തൻ്റെ പ്രതിനിധിയെ അയക്കുന്നുണ്ട്. അതുപോലെ 1463 ഫ്രാൻസുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തുടങ്ങി. ലൂയി 11 രാജാവ് ചക്രവർത്തി, ഫ്രാൻസിലെ ലൂയി 11 ചക്രവർത്തി ഫ്രാൻസിൻ്റെ പ്രതിനിധിയായിട്ട്, നയതന്ത്ര പ്രതിനിധിയായിട്ട് ഒരാളെ മാർപ്പാപ്പയുടെ പക്കലേക്ക് അയക്കുന്നു. അതുപോലെ കത്തോലിക്ക സഭയുടെ നയതന്ത്ര പ്രതിനിധികളെ കത്തോലിക്ക രാജ്യത്തേക്ക് മാത്രമേ അയക്കുന്നുള്ളൂ, രാജ്യങ്ങളിലേക്ക് മാത്രമേ അയക്കുന്നുള്ളൂ എന്നുള്ളൊരു ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. കത്തോലിക്ക രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, മറ്റ് അക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് ഒക്കെ അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്കരല്ലാത്ത രാജ്യങ്ങൾ, കത്തോലിക്ക രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്നും മാർപ്പാപ്പായുടെ പക്കലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയക്കുന്നുണ്ട്. ഏതെല്ലാം അങ്ങനെയുള്ള അതിന് ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രഷ്യയിലേക്ക്, അതൊരു പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമാണ് പ്രഷ്യയല്ല പ്രഷ്യ. പ്രഷ്യ പിന്നീട് അതിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ജർമ്മനിയോട് ചേർന്നു എന്നുള്ളതാണ്. ഇത് പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമായിട്ടുള്ള പ്രഷ്യയുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം 1805 ആരംഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില അക്രൈസ്തവ രാജ്യങ്ങളിലേക്ക്, ഉദാഹരണമായിട്ട് ജപ്പാനിലേക്ക് 1919 നയതന്ത്ര പ്രതിനിധിയെ മാർപ്പാപ്പ അയക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചും നയതന്ത്ര പ്രതിനിധി ഈ മാർപ്പാപ്പയുടെ പക്കലേക്ക് വരുന്നുണ്ട്. ഭാരതവുമായിട്ട് നയതന്ത്ര ബന്ധം തുടങ്ങിയത് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം 1948 മുതലാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 12 മുതലാണ് വാസ്തവത്തിൽ നയതന്ത്ര ബന്ധം തുടങ്ങി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് നയതന്ത്രത്തിന് എന്തുമാത്രം പ്രാധാന്യം സഭ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത്, നയതന്ത്ര പ്രതിനിധികളാകാനായിട്ട് വ്യക്തികളെ പരിശീലിപ്പിക്കുന്ന ഒരു അക്കാഡമി 1701 നടക്കണം. 1701 എത്രയോ വർഷം മുമ്പാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1701 കത്തോലിക്ക സഭ റോമിൽ ആരംഭിച്ചു. അക്കാഡമിയുടെ പേര് പൊന്റിഫിക്കൽ എക്ലസിയാസ്റ്റിക്കൽ അക്കാഡമി എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അക്കാഡമി സ്ഥാപിക്കുക, നയതന്ത്ര പ്രതിനിധികളെ പരിശീലിപ്പിക്കുന്ന ഒരു അക്കാഡമി സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ 1701 ഇത്രയും വർഷം മുമ്പാണ്.
22 വർഷം മുമ്പാണെന്ന് ഓർക്കണം. ഇത്രയും ഇപ്പോഴും ആ അക്കാഡമിയുണ്ട്. ഓ ഇപ്പോഴും അക്കാഡമിയുണ്ട്. നമ്മുടെ ഈ അടുത്ത കാലത്തുള്ള ചില മാർപ്പാപ്പമാർ അക്കാഡമിയിൽ പരിശീലനം സിദ്ധിച്ച നയതന്ത്ര പ്രതിനിധികളായിട്ടുള്ളവരാണ്. അതിനുശേഷം മാർപ്പാപ്പമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഉദാഹരണമായിട്ട് 12-ാം പീസ് മാർപ്പാപ്പ, 23-ാം യോഹന്നാൻ മാർപ്പാപ്പ, പോൾ 6-ാമൻ മാർപ്പാപ്പ, ഇവരൊക്കെ ഈ അക്കാദമിയിൽ പരിശീലനം കിട്ടി നയതന്ത്ര വത്തിക്കാൻ്റെ എല്ലാ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളായിട്ട് ശുശ്രൂഷ ചെയ്തതിന് ശേഷം മാർപ്പാപ്പമാരായിട്ടുള്ളവരാണെന്ന് ഓർക്കണം. അപ്പം നയതന്ത്രത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. വത്തിക്കാന് എത്ര രാജ്യങ്ങളുമായിട്ടിപ്പോൾ നയതന്ത്ര ബന്ധമുണ്ട്? ഈ സാറിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും വത്തിക്കാന് നയതന്ത്ര ബന്ധമില്ല. വത്തിക്കാൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. ഈ ചെറിയ രാജ്യം രൂപം കൊള്ളുന്നത് എന്ന് പറയുന്ന 1929 നമ്മൾ ഒരു പ്രാവശ്യം ഒരു ആഴ്ച അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ രൂപീകരണം, ഒരു രാജ്യത്തിൻ്റെ രൂപീകരണം എങ്ങനെ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതൊക്കെ സംഭവിച്ചു. അപ്പം വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യം 1929 സ്ഥാപിതമായിട്ടുള്ളതാണ്, ചെറിയ രാജ്യം. പക്ഷേ വത്തിക്കാൻ എന്ന രാജ്യം രൂപീകൃതമാകുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ ഈ പറയുന്ന കത്തോലിക്ക സഭയ്ക്ക്, പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക്, ഹോളി റോമൻ സീ എന്ന് പറയും, പരിശുദ്ധ സിംഹാസനത്തിന് എത്രയോ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധികളുണ്ടായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് ഫ്രാൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. 1463 ഫ്രാൻസുമായിട്ടുള്ള നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു. അതായത് ഈ രാജ്യം ഉടലെടുക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ പ്രഷ്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ജപ്പാന് ആയിട്ടുള്ള ബന്ധം 929 ഈ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന് 10 വർഷം മുമ്പ് 1919 ജപ്പാനുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല നയതന്ത്ര പ്രതിനിധികൾ നമ്മൾ അയക്കുന്നത്, സഭ അയക്കുന്നത് മാർപ്പാപ്പയുടെ പ്രതിനിധികളായിട്ടാണ്. ഇപ്പോൾ സാറ് നെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അയക്കുന്ന, ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ അംബാസിഡർ ടു ദ ഹോളി സീ എന്നാണ് കാണുന്നത്. ഹോളി സീ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്, വത്തിക്കാനല്ല. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സിംഹാസനത്തിലേക്കുള്ള അംബാസിഡർ. പൊതുവേ ജനങ്ങളുടെ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന വത്തിക്കാൻ പ്രതിനിധി എന്നാ പറയുക. അത് ഒരു നല്ലൊരു ഉൾക്കാഴ്ചയാണ് ഇപ്പോൾ തരുന്നത്. വത്തിക്കാൻ്റെ അല്ല, അതായത് ഇത് വളരെ ഒരു വലിയൊരു അംഗീകാരമാണ്. അതായത് സഭയുടെ ഒരു പ്രതിനിധിയാണ് കത്തോലിക്ക സഭ, ആഗോള കത്തോലിക്ക സഭയുടെ പ്രതിനിധികളെയാണ് അയക്കുന്നത്. അപ്പോൾ ഇതൊരു രാജ്യത്തേക്കുള്ള ഒരു ഇതുണ്ട്. മാത്രമല്ല, ഈ പ്രതിനിധികളെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധവുമായിട്ട്, മറ്റ് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധവുമായിട്ട് തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഈ കത്തോലിക്ക സഭയുടെ നയതന്ത്ര ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് മറ്റു രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ചില താല്പര്യങ്ങളോടുകൂടിയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം കൂടിയുണ്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, താല്പര്യത്തിന് വേണ്ടി. ഉദാഹരണമായിട്ട് സൈനികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയ നേട്ടങ്ങൾ, ഇതൊക്കെ തങ്ങളുടെ രാജ്യത്തിന് ലഭിക്കത്തക്ക വിധത്തിലുള്ള നയതന്ത്ര ബന്ധമാണ് സ്ഥാപിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന് കിട്ടണം, അതുപോലെ തന്നെ തങ്ങളുടെ രാജ്യത്തു നിന്ന് മറ്റുള്ള ഒരു രാജ്യത്തേക്ക് കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു സെക്യുലറായിട്ടുള്ള ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സെക്യുലർ മോട്ടീവ്, സെക്യുലറായിട്ടുള്ള ഒരു ലക്ഷ്യം ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ നയതന്ത്ര വിഭാഗത്തിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു സൈനിക നേട്ടത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ഒരു ശാസ്ത്രീയ ആയിട്ടുള്ളൊരു കാര്യത്തിന് കത്തോലിക്ക സഭയ്ക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ളതൊന്നും അല്ല വാസ്തവത്തിൽ. അങ്ങനെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു നേട്ടത്തിന് മാത്രമല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ ഈ നയതന്ത്ര ബന്ധം എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ആധ്യാത്മികം, മാനുഷികം, ധാർമ്മികം ഇങ്ങനെയുള്ള മൂല്യങ്ങളെ, മാനുഷിക മൂല്യങ്ങൾ, ആധ്യാത്മിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, ഇതാണ് വാസ്തവത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം സഭയുടെ മാത്രമല്ല,
ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കതേക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മീയ മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുക. അപ്പോൾ ഈ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ നയതന്ത്ര വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ന്യൂൺഷിയേച്ചർ എന്നുള്ളതാണല്ലോ പറയുക അല്ലേ? അതെന്താ ആ വാക്കിൻ്റെ ഉത്ഭവം എന്താ? നുൻഷിയോ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളതാണ്. ഒരു എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പം ആളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതിനിധി എന്ന് പറയുന്നത്. ആ പ്രതിനിധി വസിക്കുന്ന സ്ഥലമാണ് വാസ്തവത്തിൽ നുൻഷിയേച്ചർ എന്ന് പറയുന്ന നുൻഷിയോ എന്ന് പറയുന്നത്. ഒരു പ്രതിനിധി, ഔദ്യോഗിക പ്രതിനിധിയാണ് വാസ്തവത്തിൽ നുൻഷിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരിക, ഈ വത്തിക്കാൻ എന്ന് പറയുന്ന വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല, മറിച്ച് കത്തോലിക്ക സഭ ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട്, മാർപ്പാപ്പായുടെ പ്രതിനിധിയായിട്ടാണ് കത്തോലിക്ക സഭ പ്രതിനിധികളെ അയക്കുന്നത്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനത്തിലേക്കാണ് ഈ ആളുകളെ മറ്റു രാജ്യങ്ങൾ അയക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരേ സമയം നമ്മളൊരിക്കൽ ചർച്ച ചെയ്തതുപോലെ ഒരേ സമയം മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ആധ്യാത്മിക ആചാര്യനാണ്, പരമാധികാരിയാണ്, അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ തലവനും ആണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ആധ്യാത്മികമായിട്ടുള്ള മൂല്യങ്ങൾ, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ചോദ്യമുണ്ട് വാസ്തവത്തിൽ കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തിൽ, ഭരണക്രമത്തിൽ നയതന്ത്ര വിഭാഗം എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈ നയതന്ത്ര വിഭാഗം സഹായിക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ രാജ്യത്തിലുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ അവകാശം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശമാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. നയതന്ത്ര പ്രതിനിധികളെ കത്തോലിക്ക സഭ പരിശുദ്ധ സിംഹാസനം ഓരോ രാജ്യത്തേക്കും അയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. അതായത് ആ രാജ്യങ്ങളിലുള്ള കത്തോലിക്ക വിശ്വാസികളുടെ താല്പര്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആ രാജ്യം കത്തോലിക്ക വിശ്വാസികളെ ന്യൂനപക്ഷമായിരിക്കും. അപ്പം ന്യൂനപക്ഷത്തിൻ്റെ മതവിഭാഗമായിട്ടുള്ള കത്തോലിക്ക സഭ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അവകാശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, അതായത് അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനായിട്ടുള്ള, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനായിട്ടുള്ള, വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു ഇതാണ് അവർക്ക് അവകാശമാണ് വാസ്തവത്തിൽ. അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യം, അത് അവരുടെ ഒരു അവകാശമാണ്. ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ വിശ്വാസികൾ ഒരു കാരണവശാലും ഈ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ വേർതിരിവ് ഉണ്ടാകരുത്. അപ്പം കത്തോലിക്ക വിശ്വാസികൾ എന്നതിൻ്റെ പേരിൽ ഇവർക്ക് അർഹിക്കുന്ന, അതിൻ്റെ പേരിൽ ഇവർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പോലെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സഭയുടെ വസ്തുവകകൾ, അതും ഒരു പ്രധാനപ്പെട്ടാണ്. സഭയുടേതായിട്ടുള്ള, വിശ്വാസികളുടേതായിട്ടുള്ള വസ്തുവകകൾ, അതിൻ്റെ ക്രയവിക്രയങ്ങൾ, അതിൻ്റെ അവകാശമൊക്കെ സംരക്ഷിക്കപ്പെടാനായിട്ടുള്ള ഒരു ശ്രദ്ധയും കൂടെ കത്തോലിക്ക സഭയുടെ നയതന്ത്ര പ്രതിനിധികൾ, നയതന്ത്ര വിഭാഗം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന എഗ്രിമെൻ്റ്, ചിലപ്പോൾ ആ രാജ്യവും അതുപോലെ തന്നെ പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള പല എഗ്രിമെൻറ്റുകളും വയ്ക്കുന്നുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ രാജ്യത്തെയും കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച്, വൈദികരെ സംബന്ധിച്ച്, മെത്രാന്മാരെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, വിശ്വാസികളുടെ ജീവിതം, അതുപോലെ തന്നെ മെത്രാന്മാരുടെയും വൈദികരുടെയും ജീവിതം, അവിടുത്തെ സഭയെക്കുറിച്ചുള്ള മറ്റു പല കാര്യങ്ങൾ, സഭയിലെ സംവിധാനങ്ങൾ,
സഭ എങ്ങനെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മാർപ്പാപ്പായ്ക്ക് പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭിക്കുന്നത് ഈ പറയുന്ന നുൻഷിയേച്ചറിലൂടെയാണ് വസ്തുതകൾ. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രങ്ങളിലൊന്നും പറ്റാത്തൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഇത്രമാത്രം സമഗ്രമായ ഒരറിവ് ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സഭയുടെ അംഗങ്ങളെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സംവിധാനം അങ്ങനെയാണ് വസ്തുത്തിൽ. സഭയുടെ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ റോമൻ ക്യൂരിയ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഭരണ സംവിധാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലോക്കൽ ചർച്ചസ് ഉണ്ട്, പ്രാദേശിക സഭകൾ. ഓരോ രാജ്യത്തെയും പ്രാദേശിക സഭ രൂപതകളുണ്ട്. ആ രൂപതകൾ ഭരിക്കുന്ന മെത്രാന്മാരുണ്ട്. ഈ രൂപതകൾ തന്നെ വിശ്വാസികൾ ഓരോ ഇടവകയിലെ അംഗങ്ങളാണ് വസ്തുത്തിൽ. ഇടവകളായിട്ട് തിരിക്കുന്നു. ആ ഇടവകയ്ക്ക് ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകുന്ന വൈദികരുണ്ട് ആ ഇടവകയ്ക്ക്. അപ്പോൾ നമുക്ക് എല്ലാ തലത്തിലും അതുപോലെ തന്നെ ആ വിശ്വാസികളെക്കുറിച്ചൊക്കെയുള്ള അറിവ് കൂടുതൽ കാണും. ഇന്നൊക്കെ കുറച്ചുകൂടെ എളുപ്പമുണ്ട് വസ്തുത്തിൽ. ഓരോ ഇടവകൾ തന്നെ വസ്തുത്തിൽ ഓരോ യൂണിറ്റായിട്ട് നമ്മൾ തിരിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഇപ്പം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കാണും, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഇതെല്ലാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് വാസ്തവത്തിൽ ലഭിക്കുന്നത് ഈ പരിശുദ്ധ സിംഹാസനത്തിന് ലഭിക്കുന്നത് ഈ നുൻഷ്യോ വഴിയായിട്ടാണ്. അതുപോലെ ഒരു സമഗ്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് നയതന്ത്ര ഏതെല്ലാം എത്രമാത്രം രാഷ്ട്രങ്ങളിൽ നമ്മൾ ഈ ന്യൂൻഷിയേച്ചറുണ്ട് എന്ന്. അപ്പം ഇപ്പോഴത്തെ അനുസരിച്ച് കണക്കനുസരിച്ച് 183 രാജ്യങ്ങളിലുണ്ട്. 183 രാജ്യങ്ങളിൽ മാർപ്പാപ്പയുടെ പ്രതിനിധികൾ, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രതിനിധികൾ ഉണ്ടെന്നുള്ളതാണ്. 183 രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇത്രയും ഒരു വത്തിക്കാൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാഷ്ട്രമാണ്. പക്ഷേ ഈ ഇത്രമാത്രം രാജ്യങ്ങൾ 153 രാജ്യങ്ങളുമായിട്ട് ഈ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് അതിൻ്റേതായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണുമല്ലോ. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, വത്തിക്കാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യവും ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തരുന്നുള്ളതാണ്. വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള നയതന്ത്ര വിഭാഗമല്ല, കത്തോലിക്ക സഭയുമായിട്ടുള്ള, സഭയുടെ പരമാധ്യക്ഷനുമായിട്ടുള്ള ഹോളി സീയിലേക്കാണ് ഈ നിയമനമൊക്കെ മറ്റ് രാജ്യങ്ങൾ നൽകുന്നത്. അപ്പോൾ അതിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ സിംഹാസനത്തിന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കുള്ള ഒരു പ്രാധാന്യമാണ് ഇതാണ്. അപ്പോൾ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, സഭയുടെ ഓരോ രാജ്യത്തുമുള്ള സഭയുടെ അല്ലെങ്കിൽ സഭയുടെ സംരക്ഷണം, താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. സഭയുടെ താല്പര്യം എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ താല്പര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങളാണ് വസ്തുത്തിൽ. അത് പ്രധാനമായിട്ടെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ആ താല്പര്യങ്ങൾ നിയമാനുസൃതമായിട്ടുള്ളത് സംരക്ഷിക്കപ്പെടുക. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം, സാറ് പറഞ്ഞ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്, എന്തുമാത്രം പ്രാധാന്യം കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് ഈ ലോകത്തിലെ രാജ്യങ്ങൾ നൽകുന്നുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരു ധാർമ്മിക ശക്തിയായിട്ട് നിലകൊള്ളുകയാണ് ലോകത്തിൽ. അതുകൊണ്ടാണ് മാർപ്പാപ്പായുടെ സ്വരം ശ്രവിക്കാനായിട്ട് ആളുകൾ ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഇപ്പം ഉക്രൈൻ യുദ്ധം വരുന്നു, യുദ്ധത്തിൽ മാർപ്പാപ്പ എന്തു പറയുന്നു എന്ന് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ധാർമ്മിക ശക്തിയാണ്. അതുപോലെ മാനുഷികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, മാനവീയതയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വസ്തുതയിൽ. കുടിയേറ്റം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പം അഭയാർത്ഥികളുടെ ഒരു പ്രശ്നം വരുന്നൊരു കാര്യത്തെക്കുറിച്ച് ലോകമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം എന്നൊക്കെ പറയുന്നുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കാരണം അഭയാർത്ഥികൾ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ്, രാജ്യത്തിലെ ആൾക്കാരെ അവിടുന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനവും പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു തടയിടാനായിട്ടൊക്കെ ഒരു ശ്രമിക്കുമ്പോഴും മാർപ്പാപ്പ ഇപ്പോഴും ഒരു ഹ്യൂമൻ കൺസേൺ ആണ്, മാനുഷിക താല്പര്യമാണ് പറയുന്നത്. അതല്ല, ചില രാജ്യങ്ങൾക്കൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് വാസ്തവത്തിൽ. അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ ലക്ഷ്യം, അഭയാർത്ഥികളായിട്ട് വരുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ലക്ഷ്യമല്ല പലരുടെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ അഭയാർത്ഥികൾ അങ്ങോട്ട് പ്രവഹിക്കുമ്പോൾ അതിനൊരു തടയിടണം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയും. മെക്സിക്കോയിൽ നിന്ന് അഭയാർത്ഥികൾ അമേരിക്കയിലേക്ക് കുടിയേറുമ്പോൾ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞിട്ടും അതിനെ
അംഗീകരിക്കാതെ വന്നത്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് യൂറോപ്പിനെയാണ് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് പറയുന്നത്. യൂറോപ്പിൽ നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്തൊക്കെ ഫ്രാൻസിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരിക, എങ്കിലും അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ നിരായുധീകരണം, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു ഇതാണ് നിരായുധീകരണം എന്ന് പറയുന്നത്. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധവും മറ്റും ഒക്കെ ഉപേക്ഷിക്കുക. അപ്പം മതങ്ങൾ തമ്മിലുള്ള സംവാദം, സാമൂഹ്യ നീതി, അപ്പോൾ ലിംഗവിവേചനമൊക്കെ നടത്തുന്ന ഒരു കാര്യത്തിൽ സ്ത്രീ പുരുഷ സമത്വം, ഇതിനെക്കുറിച്ചൊക്കെ വാദിക്കുന്ന, അപ്പം മാനവികതയ്ക്ക് വേണ്ടിയിട്ട് ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് വസ്തുത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്ര വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ മാർപ്പാപ്പയുടെ സ്വരം ശ്രവിക്കാനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളുടെയൊക്കെ വലിയ വലിയ രാജ്യങ്ങളുടെ തലവന്മാർ മാർപ്പാപ്പയെ കാണാനായിട്ട് ചെല്ലുന്നു, മാർപ്പാപ്പയായിട്ട് സംഭാഷണം നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഈ ഐക്യരാഷ്ട്രസഭ അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇത് വളരെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഘടനകളാണ്. അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി അല്ലെങ്കിൽ ആ നയതന്ത്രത്തിന് എന്തുമാത്രം തീർച്ചയായിട്ടും അവിടെ ഈ ഹോളി സീയുടെ പരിശുദ്ധ സിംഹാസനത്തിന് നയതന്ത്ര വിഭാഗത്തിന് അതിൽ വലിയ പ്രസക്തിയുണ്ട്. ഉദാഹരണമായിട്ട് UN ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ എല്ലാം സ്ഥിരമായിട്ടുള്ള നിരീക്ഷണ സ്ഥാനം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്ഥിര നിരീക്ഷണ സ്ഥാനം, പദവി ഈ പറയുന്ന ഹോളി സീയുടെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്ര വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് വലിയ അംഗീകാരമാണ്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ പല അന്തർദേശീയ കമ്മിറ്റികളിൽ ഒക്കെ സ്ഥിരമായിട്ട് ഉള്ള. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ അവിടെ ധാർമ്മികതയും മാനവികതയും മൂല്യങ്ങളും എല്ലാം പാലിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കെ ഈ കത്തോലിക്ക സഭയിലെ പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, സഭയുടെ പ്രാധാന്യവും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നയതന്ത്ര വിഭാഗം. അപ്പോൾ അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടീവ് അല്ല വസ്തുത്തിൽ. ഒന്ന്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ നയതന്ത്ര വിഭാഗം കൊണ്ട്. ഒന്ന്, ഓരോ രാജ്യത്തുമുള്ള കത്തോലിക്ക സഭയുടെ വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മറ്റ് അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുക, സുവിശേഷം പ്രഘോഷിക്കപ്പെടാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുക. ഏതെങ്കിലും തരത്തിലുള്ളൊരു തടസ്സമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറത്തക്ക വിധത്തിൽ ആ രാജ്യങ്ങളിലെ അധികാരികളുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ രാജ്യങ്ങളിലെ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരു ധാർമ്മിക ശക്തിയായിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ധാർമ്മിക ശക്തിയായിട്ട് കൂടെ നയതന്ത്ര വിഭാഗം നിലകൊള്ളുകയാണ് ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗമാണ് നയതന്ത്ര വിഭാഗം എന്ന് നമ്മൾ കാണുകയായിരുന്നു ഈ എപ്പിസോഡിൽ. മറ്റ് രാഷ്ട്രങ്ങളിലുള്ള നയതന്ത്ര ബന്ധവും വിഭാഗവും മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിലുള്ള ഈ നയതന്ത്ര ബന്ധവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കണ്ടു. കാരണം വത്തിക്കാൻ്റെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ നയതന്ത്ര ബന്ധത്തിൽ അടിസ്ഥാനമായ ലക്ഷ്യം വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛന് നിങ്ങളുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു.
കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും സഭാസംബന്ധമായ കാര്യങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കത്തെഴുതുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ പ്രത്യേകം അറിയിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട മേൽവിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നെസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ യേശുനാമത്തിൽ നന്ദി, നമസ്കാരം.